രാജാധികാരം റബ്ബിനാണ്, രാജാധിരാജനും റബ്ബാണ്. രാജാധികാരം റബ്ബിനാണ്, രാജാധിരാജനും റബ്ബാണ്. സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു സദസ്സിനെ മുന്നിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും സലാം പറയുകയാണ്, നമസ്കാരം പറയുകയാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാഡമിയിൽ ഇങ്ങനെ ഒരു പാട്ടും പറച്ചിലും അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിയുമായിട്ട് ഞാൻ ബോർഡ് അംഗമാണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതും വൈദ്യർ അക്കാഡമിയിൽ മാപ്പിളപ്പാട്ടുകളുടെ സംഗീത വഴികൾ എന്നൊരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനകീയ മാപ്പിളപ്പാട്ടുകളിലും പരമ്പരാഗത മാപ്പിളപ്പാട്ടുകളിലും, അപ്പോൾ നിങ്ങൾ ചോദിക്കും പരമ്പരാഗത മാപ്പിളപ്പാട്ടുകൾ ജനകീയമല്ലേ? ആണ്. എന്നാലും പരമ്പരാഗത മാപ്പിളപ്പാട്ടുകളിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നുകൊണ്ട് സാധാരണ ജനങ്ങൾ കൈയടിച്ച് കല്യാണ വീടുകളിലും പൊതുപരിപാടികളിലും നെഞ്ചേറ്റുന്ന പാട്ടുകൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ ജനകീയ പാട്ടുകൾ. മധുവർണ്ണപ്പൂവും കുടമുല്ലച്ചിരിയും പടവാളും മിഴിയുള്ളോളൊക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം പാട്ടുകളും രണ്ട് വിഭാഗമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ മാപ്പിളപ്പാട്ടുകളുടെ സംഗീതം ഇപ്പോൾ എന്താ ഇപ്പോൾ പരിശോധിക്കാനുള്ളത്? മാപ്പിളപ്പാട്ടുകൾക്കൊരു ഈണമുണ്ട്, ഒരു സംഗീതമുണ്ട്, അതതിൻ്റെ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കോളും എന്ന രീതിയിലല്ല ഞാൻ എനിക്കൊരു റിസർച്ച് ഉണ്ട്. എൻ്റെ റിസർച്ചിൻ്റെ വിഷയം തന്നെ മാപ്പിളപ്പാട്ടിലെ സാഹിത്യവും സംഗീതവും എന്ന വിഷയമാണ്. മാപ്പിളപ്പാട്ടിലെ സാഹിത്യവും സംഗീതവും അതിങ്ങനെ മുറിഞ്ഞൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ ചരിത്രം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുകയല്ല. ഏതായാലും നമ്മൾ പാട്ടുകളിൽ, മാപ്പിളപ്പാട്ടുകളിൽ പ്രത്യേകിച്ച് സംഗീതത്തിനുള്ള സാധ്യതകളും വഴികളും ഒക്കെ ആയിട്ട് കുറച്ച് പറഞ്ഞും കുറച്ച് പാടിയൊക്കെ മുന്നോട്ട് പോവുകയാണ്. എനിക്കൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഇങ്ങനെ നിങ്ങൾ പറയൂ ഞങ്ങൾ കേൾക്കട്ടെ എന്നൊരു നിലപാടിൽ മസിൽ പിടിച്ച് ആരും ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചുണ്ടനങ്ങുന്നത് കാണുമ്പോഴാണ് നിങ്ങളുടെ മുഖം സന്തോഷപ്പെടുന്നതോ, അല്ലെങ്കിൽ മുഖത്താണല്ലോ നമ്മൾ സംശയത്തിൻ്റെ ഒരു നിഴൽ കാണുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാവും അവിടെ എന്തോ ഒരു ഡൗട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം പാടിയും പറഞ്ഞും മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു കുറച്ചു ഈണത്തിൻ്റെ മൂല്യമുള്ള ഒരു ചെറിയ ഭക്തിഗാനത്തിൻ്റെ ഈരടികളോടെ തുടങ്ങാം. പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കും പ്രകാശം നീയാണല്ലോ, പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കും പ്രകാശം നീയാണല്ലോ, പ്രപഞ്ച സൃഷ്ടികൾക്കെല്ലാം പ്രാർത്ഥനയ്ക്കർഹൻ നീയാണല്ലോ, പ്രപഞ്ച സൃഷ്ടികൾക്കെല്ലാം പ്രാർത്ഥനയ്ക്കർഹൻ നീയാണല്ലോ, റഹ്മാനും നീയാണല്ലാഹ്, റഹീമും നീയാണല്ലാഹ്, റഹ്മാനും നീയാണല്ലാഹ്, റഹീമും നീയാണല്ലാഹ്. രാജാധികാരം റബ്ബിനാണ്, രാജാധിരാജനും റബ്ബാണ്. രാജാധികാരം റബ്ബിനാണ്, രാജാധിരാജനും റബ്ബാണ്. റഹ്മത്തും ബർക്കത്തും നിന്നിലാണ്, റഹ്മത്തും ബർക്കത്തും നിന്നിലാണ്, റഹ്മാനേ നിൻ കുദരത്താണ്. രാജാധികാരം റബ്ബിനാണ്, രാജാധിരാജനും റബ്ബാണ്.
വീണ്ടും എൻ്റെ ചരിത്രം പറയുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. 53 കൊല്ലമായി ഞാൻ പാട്ട് പാടുന്നു. 7 വയസ്സിൽ തുടങ്ങിയ പാട്ട് ഇപ്പോൾ 60-ലെത്തി നിൽക്കുമ്പോൾ, വയസ്സറിയിക്കാൻ വേണ്ടി പറയില്ല കേട്ടോ, അപ്പോൾ 60-ലെത്തി നിൽക്കുമ്പോൾ 53 കൊല്ലമായിട്ട് അത്യാവശ്യം പഠനമൊക്കെ ഉണ്ടായിട്ടും അധ്യാപികയായിരുന്ന ഉമ്മയോട് പാട്ട് മതി പാട്ട് മതി പാട്ട് മതി പാട്ട് മതി എന്ന് വാശി പിടിച്ച് പാട്ടിന് തിരഞ്ഞെടുത്ത ഒരാളാണ്. എന്നാലും നമ്മൾ നേടിയെടുത്ത ഒരു അക്കാഡമിക് നോളജ് എന്ന് പറയുന്നത് അത് മറ്റൊരു ഭാഗത്തെ ഏതർത്ഥത്തിലും ഗുണം ചെയ്യുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ രീതിയിലും പാരലൽ കോളേജിൽ പഠിപ്പിച്ചു. പ്രവാസിയായിട്ട് കുറേ കാലം ഞങ്ങളൊന്നിച്ച് പ്രവാസിയായിട്ട് ഒരുപാട് കാലം ഒരുപാട് ഗായകർക്ക് വേണ്ടി, പ്രഗത്ഭർക്ക് വേണ്ടി തബല വായിക്കാൻ കഴിഞ്ഞു. ഞാൻ തബലിസ്റ്റ് കൂടിയാന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം. അതൊരു മഹാഭാഗ്യമാണ് എല്ലാ പിന്നണി ഗായകർക്കും. ദാസേട്ടൻ തുടങ്ങി ജാനകി അമ്മ, വാണി ജയറാം, ചിത്ര ചേച്ചി, സുശീലാമ്മ, MG ശ്രീകുമാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർക്ക് വേണ്ടി, ഹിന്ദിയിലെ ഒരുപാട് ഗായകർക്ക്. അതൊക്കെ ഒരു കാലഘട്ടത്തിലെ ഓർമ്മയായിട്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ ഗുരുനാഥൻ, ഞാൻ കുറച്ച് സംഗീതം പഠിച്ചിട്ടുള്ളൂ എങ്കിലും വളരെ കുറഞ്ഞ പഠനമേ ഉള്ളൂ. ബാക്കിയെല്ലാം അനുഭവമാണ്. അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ നേടിയെടുത്തതും കിട്ടിയതുമായ ഒരുപാട് കാര്യങ്ങളാണ്. പഠനം എന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലത്തായിരുന്നു. അത് ഉസ്താദ് വിൻസെൻ്റ് മാസ്റ്റർ പലർക്കും അറിയാം. അബുട്ടി മാഷയുടെ ഗുരുനാഥനാണ്, എല്ലാവരുടെയും ഗുരുനാഥനാണ്. ബാബുക്കയുടെ ഗുരുനാഥനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? MS ബാബുരാജ് എന്ന ബാബുക്ക പാട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ട് ഒരു സംശയം ബാക്കിയായാൽ, ബാബുക്കയ്ക്ക് എങ്ങനെയാണ് സംശയം എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ബാബുക്ക ചില രാഗമാലികകളൊക്കെ ചെയ്തിട്ട് ഒരു രാഗത്തിൽ നിന്ന് അടുത്ത രാഗത്തിലേക്ക് അനുപല്ലവി മാറി വരുമ്പോൾ ബാബുക്കയുടെ കയ്യിൽ വരുന്നത് ബാബുക്ക അങ്ങ് ചെയ്തു വെച്ചിട്ട് സംശയം വരുമ്പോൾ പറയത്രേ, വിൻസെൻ്റ് മാഷ് വരട്ടെ. അപ്പോൾ ആരാ വിൻസെൻ്റ് മാഷ്? അതാലോചിച്ചാൽ മതി. ആ മാഷയുടെ അടുത്താണ് കുറച്ചു കാലം എനിക്കും ബാപ്പയ്ക്കും ഒക്കെ പഠിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ ഈ അനുഭവങ്ങൾ കിട്ടുന്നവരിൽ നിന്നൊക്കെ എന്തും കിട്ടുന്നതെല്ലാം ചോദിച്ചു വാങ്ങുന്ന രീതിയിലാണ് എൻ്റെ ഒരു പാട്ട് മുന്നോട്ട് പോകുന്നത്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും റേഡിയോയിൽ ഭക്തിഗാനങ്ങൾ വന്നിരുന്നു, ഓർമ്മയില്ലേ? വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ 8:30 മണിക്ക്. കണ്ടോ, അങ്ങനെ ചുണ്ടുകൾ വരണം. അതാണ് എനിക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞത്. രാവിലെ 8:30 മണിക്കാണ് ഭക്തിഗാനങ്ങൾ വരിക. അത് വെള്ളിയാഴ്ച വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം എന്താ, ഒരു മുസ്ലിം പാട്ടുകൾ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളിയാഴ്ച എന്തിൻ്റെ ദിവസമാണ്? ജുമായുടെ ദിവസമാണ്. അപ്പോൾ അത് തമ്മിൽ റിലേറ്റ് ചെയ്ത് പറയുകയല്ല, പക്ഷെ അത് കേട്ടിട്ട് മാപ്പിളപ്പാട്ടൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞിട്ട് അത് എന്ത് പിടിച്ച മാപ്പിളപ്പാട്ടുകൾ, സ്വാധ്യ പാട്ടുകൾ. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഉമ്മയോട് ഇങ്ങനെ ചോദിക്കും, ഈ മാപ്പിളപ്പാട്ടുകൾ ഇങ്ങനെ റേഡിയോയിൽ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഈണങ്ങളുടെ ഭാഗത്തേക്ക് കുറച്ച് അധികമായിട്ട് കടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കാമെന്ന് കരുതിയതും, മാപ്പിളപ്പാട്ടിൻ്റെ സംഗീത വഴികൾ എന്ന് പറയുന്ന. അപ്പോൾ ഈണമുള്ള പാട്ടുകൾ ഇങ്ങനെ കയറി വരുമ്പോൾ കുറേ പാട്ടുകൾ വല്ലാതെ തഴുകും നമ്മളെ. കുറേ പാട്ടുകൾ വല്ലാതെ തഴുകുന്ന പാട്ടുകളായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അധ്യാപികയായിരുന്ന ഉമ്മയോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഉമ്മ പറയും, എടാ റേഡിയോയിൽ ആ പരിപാടി തീരുമ്പോൾ അവസാനം പേര് പറയും, അപ്പം നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമെന്ന് പറയും. വളരെ കുട്ടിയാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പേരുകളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും പാടുന്നുണ്ട്, എല്ലാവരും ഭക്തിഗാനങ്ങൾ പാടുന്നുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ വടകര M കുഞ്ഞിമൂസ, എരിഞ്ഞോളി മൂസ, രാഗം റസൻ, KG സത്താർ, ഇങ്ങനെ ഒരു 4-5 പേരുകൾ എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിരുന്നു. അതിൽ സത്താർ കെയുടെ പലപ്പോഴും റേഡിയോയിൽ വന്നിരുന്ന മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ, മക്കം കാണുവാൻ കൈവം ചുറ്റുവാൻ കില്ല പിടിച്ചൊന്ന് കേഴുവാൻ, മക്കം കാണുവാൻ കൈവം ചുറ്റുവാൻ കില്ല പിടിച്ചൊന്ന് കേഴുവാൻ, മക്കത്ത് പോണോ